ഇപ്പോൾ നമ്മളുള്ളത് കൽപ്പാത്തിയിലാണ് ഗൈസ്. കൽപ്പാത്തിയിലെ മൂന്നാമത്തെ തേരിൻ്റെ ദിവസമാണ്. ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് തേര്. കാശിയിൽ പാതി കൽപ്പാത്തി. അങ്ങനെ കൽപ്പാത്തിയുടെ മൂന്നാമത്തെ തേര് ദിവസം നമ്മൾ കൽപ്പാത്തി ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്, അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ പൂജയൊക്കെ കഴിഞ്ഞ് ആ തേരിൽ പ്രതിഷ്ഠയായിരുന്നു ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ആനയെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ നമ്മുടെ മെയിൻ ഹീറോ ഇവനാണ് ഗൈസ്. ഇവനെ കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. അതിന് ഇവനെ ഫുഡ് കൊടുക്കുന്നതും എല്ലാം അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഗൈസ്. കുറച്ച് നേരം ആനനെയൊക്കെ നോക്കിയിരുന്നു ഗൈസ്. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് ഗൈസ്. ഫ്രണ്ട്സിലുപരി ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഗൈസ്, ഈ ചേട്ടനെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ പേര് അറിയുമെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പ്രസ് ചെയ്യുമ്പോൾ ചെവി പൊങ്ങുന്ന സാധനം, അതിങ്ങനെ പ്രസ് ചെയ്ത് ചെവി പൊങ്ങുന്ന ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു ഗൈസ്. അവിടെ കുറേ ഇങ്ങനെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതി കുറച്ച് സർബത്തും അതുപോലെ മസാല സോഡയൊക്കെ കുടിച്ചു ഗൈസ്. ആക്ച്വലി അവിടുത്തെ മസാല സോഡ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സോഡയിൽ മോര് ഇങ്ങനെ മസാല ചേർത്തുണ്ടാക്കിയത് കലക്കിയത് അടിപൊളിയായിരുന്നു ഗൈസ്. മാത്രം കണ്ടുവരുന്ന ഒരു റബ്ബർ ബോൾ, ഇതിൻ്റെ പേരാണ് ചൈന ബോൾ. അത് കഴിഞ്ഞ് അവൾ അവിടെ ഉണ്ടായിരുന്ന കൊട്ടയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാനും ഇടയ്ക്കൂടെ കയറി ഒന്നെടുത്ത് ജസ്റ്റ് ഷോ കാണിച്ചാണ് ഗൈസ്. എനിക്ക് വാങ്ങാനൊന്നുമല്ല, അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്ത് ചുമ്മാ കാണിച്ചാണ് ഗൈസ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപൂരിയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ആ പാനിപൂരി ആക്രമണം നടത്തി അത് പെട്ടെന്ന് തന്നെ തീർന്ന്. എന്നിട്ട് അടുത്ത പ്ലേറ്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് കഴിക്കും. പാനിപൂരി കഴിഞ്ഞ് അടുത്ത് തന്നെ നമ്മൾ ബേൽപൂരി ഓർഡർ ചെയ്തു ഗൈസ്. ബേൽപൂരി കഴിച്ച് അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ടാണ് ഞാനും കൂടി കഴിച്ചത്. പക്ഷെ ഒട്ടുക്കത്തെ മൂഞ്ചലായിരുന്നു. അങ്ങനെ കൽപ്പാത്തിയിൽ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടെത്തി. എക്സ്പ്ലോറേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ജനത്തിരക്കുകൾക്കിടയിലൂടെ പുറത്തോട്ട് കിടക്കുകയാണ് ഗൈസ്. ഇപ്പം തന്നെ സമയം ഉച്ച 2 മണിയായി ഗൈസ്. അപ്പോൾ നമ്മൾ വേഗം പോയത് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറയായിരുന്നു, ആ ഹോട്ടലിൽ നല്ല ഈസ്തറ്റിക് വൈബായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ചുറ്റും വീഡിയോ എടുക്കുക പറയുന്നു. അപ്പോൾ അവൾ എന്നെ എടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചുറ്റുമുള്ള വീഡിയോ എടുക്കാൻ. അവിടെ ഫുൾ ഭയങ്കര ഈസ്തറ്റിക് വൈബായിരുന്നു ഗൈസ്. ഇങ്ങനെ ചുമരിലൊക്കെ വെറൈറ്റി പെയിൻറ്റിങ്സ് പോലെയൊക്കെയുള്ള ഓരോ പ്ലേറ്റ്സ് ആയിരുന്നു തൂക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഫൈനലി അങ്ങനെ നമ്മളുടെ ടേബിളിലേക്ക് നമ്മുടെ ഭക്ഷണം ഫുള്ള് വന്നിരിക്കുകയാണ് ഗൈസ്. നെയ്ച്ചോറ്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പൊറോട്ട, പനീർ ബട്ടർ മസാല, അങ്ങനെ എല്ലാം ഫൈനലി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ കഴിച്ചാൽ മാത്രം മതി. ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും സാലഡും എല്ലാം കൂടി ഓഹ് വാ. ഞാൻ കുറച്ച് ഗീ റൈസും ചിക്കൻ ഫ്രൈയും പനീർ ബട്ടർ മസാലയും കൂടിയാണ് ഗൈസ് കഴിച്ചത്. എനിക്ക് അത്ര വിശപ്പുണ്ടായിരുന്നില്ല, പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ ഒരു യുദ്ധകളമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദ ബാറ്റിൽ ഫീൽഡ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഗൈസ് അവിടെ ഉണ്ടായിരുന്ന വോൾ ഡ്രോയിങ്സ് ഒക്കെ കണ്ടത്. അത് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ വീട് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്ന ടൈമായി ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചതാ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.